വയനാട് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ആശ്വസിപ്പിച്ച നൈസമോളുടെ കുടുംബവും കടുത്ത നിരാശയിലാണ്. ചൂരൽമല ദുരന്തത്തിൽ പിതാവിനെ നഷ്ടപ്പെട്ട നൈസമോൾ ഉമ്മയുടെയും വല്യുമ്മയുടെയും കൂടെ വാടക വീട്ടിൽ കഴിയുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ പ്രതീക്ഷ നൽകിയിരുന്നതായി ഇവർ പറയുന്നു. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. എന്തെന്ന് പഠിച്ച സ്കൂളിൽ നിന്ന് പാട്ട് പഠിച്ചെന്ന്? ഏത് പാട്ട്? പാട്ട് പാടുവോ? പാടെന്നാല് പാട്ട് പാടില്ല. എന്താ പാടാത്ത? വർത്താനം പറഞ്ഞാൽ മതിയോ? നൈസമോളെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ. ഒരു 100 ദിവസം മുമ്പ് രാജ്യം മുഴുവൻ ഈ മോളെ കണ്ടതാണ്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുണ്ടക്കയിലും ചൂരൽമലയിലൊക്കെ വന്നിട്ട് ഈ മോളെ എടുത്ത് നിൽക്കുന്ന ഫോട്ടോ ആണ് ദേശീയ മാധ്യമങ്ങളിലടക്കം വന്നത്. വലിയ രീതിയിൽ ആ ഫോട്ടോ അന്ന് വൈറലാവുകയും ചെയ്തു. ഇതിപ്പോൾ 100 ദിവസം പിന്നിട്ടിരിക്കുന്നു. എന്താണ് നൈസമോള് ഇപ്പോൾ ഉമ്മയോടും വല്യമ്മയോടും ഒപ്പം ചുളുക്കയിൽ ഒരു വാടക ക്വാർട്ടേഴ്സിലാണ്, മേപ്പാടി ചുളുക്കയിലുള്ള. അവരോട് തന്നെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ 100 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ എന്താ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? എന്ത് മാറ്റം? സുഖമായിട്ട് അങ്ങനെ പോണ്. ആരെങ്കിലും എന്തെങ്കിലും തരുമോ? അതിട്ടൊക്കെ ജീവിതം കഴിഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ വീടിൻ്റെ ഒരു കാര്യമൊന്നും തീരുമാനമായിട്ടില്ല. സർക്കാർ ഇപ്പം നമ്മളെ കൈ ഒഴിഞ്ഞ മട്ടാണ്. അപ്പോൾ പ്രധാനമന്ത്രി വന്ന മോളെടുത്ത ഫോട്ടോ ഒക്കെ വന്നപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പം ആ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട്. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളെന്തോ സമരം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം അതിന് മുൻകൈ കേന്ദ്ര സർക്കാർ ഒരു സഹായം ഇതിന് തരില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നാളെ സമരം നടക്കുന്നത്. 2 പാർട്ടിക്കാരും സമരമുണ്ട്. അപ്പം അതിന് ഇപ്പോൾ ഈ സമരത്തിൽ ഇരിക്കണം എന്നാണ്. എന്നാലെങ്കിലും എന്തെങ്കിലും ആകുമല്ലോ. ഈ മോള അന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്ത് പ്രധാനമന്ത്രി വന്ന് എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നില്ലേ അന്ന്? എങ്ങനെയായിരുന്നു? മോളെ വന്ന് എടുത്ത് അവരെന്താ പറയണതെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞ് തർജ്ജമ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർ. പക്ഷെ അവർ തിരിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടില്ല. എന്നാലും അവരെ മുഖമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്തായാലും സഹായിക്കും, കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഇല്ലാതായോ എന്നൊരു ഇത്. ഇപ്പോൾ വാടകയ്ക്കല്ലേ താമസിക്കുന്നത്? ബാക്കി കാര്യങ്ങളൊക്കെ മോളിവിടെ ക്ലാസ്സിൽ പോകുന്നുണ്ടോ? നഴ്സറിയിൽ? അവിടെ നഴ്സറിയിലാക്കിയിട്ടുണ്ട്. 3 വയസ്സായിട്ടുള്ളൂ. ആക്കാനൊന്നും ആയിട്ടില്ല. അപ്പം മക്കളെ കൂടെ പോയി ഇരുന്ന് സന്തോഷിക്കട്ടെ വിചാരിച്ചിട്ട് കൊണ്ടാക്കുകയാണ്. പഠിപ്പിക്കാനൊന്നും ആയിട്ടില്ല. അവിടെ പോയി കളിക്കും. അത് മോക്കൊരു സന്തോഷമാണ്. ഇപ്പോൾ വാടക സർക്കാർ കൊടുക്കുന്നുണ്ടാവുമല്ലോ ഈ വീടിൻ്റെ. ബാക്കി ചിലവുകളൊക്കെ എങ്ങനെയാണ്? വാടക സർക്കാരിൻ്റെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 3 മാസമായിട്ട് കിട്ടി. പിന്നെ സംഘടനയായിട്ടും ഒക്കെ തരുന്നതുണ്ട് നമുക്ക്. അതുകൊണ്ട് കഴിഞ്ഞു പോന്നു. ഒരു മുന്നോട്ടുള്ള പ്രതീക്ഷ എങ്ങനെയാണ്? ഇനിയിപ്പോൾ വീട് പുനരധിവാസമൊക്കെ വരുന്ന അതിനൊക്കെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? വീടിൻ്റെ കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ച് വന്നിട്ടുണ്ട്. സംഘടനക്കാരെന്നെ ആദ്യമൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും ആരും അതിനെപ്പറ്റി പറയണമെന്നും കേൾക്കുന്നില്ല. ഇനി എന്താകും എന്നുള്ളത് ഒരു ഇതുമില്ല. ഇനിയിപ്പോൾ മുന്നോട്ട് പോകണേലും ഒരു ജോലി എന്തെങ്കിലും നോക്കണം, അല്ലാതെ പറ്റില്ലല്ലോ. അന്ന് ഈ പറഞ്ഞ പോലെ നൈസമോളെ എടുത്ത് നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒക്കെ ദേശീയ തലത്തിലടക്കം ശ്രദ്ധയാകർഷിച്ചപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ കുടുംബം. പക്ഷേ ഇപ്പോഴും എന്താണ് മുന്നോട്ടുള്ള ഒരു വഴി എന്ന കാര്യത്തിൽ ഒരു തീരുമാനവുമില്ല. ഒരു വാടക ക്വാർട്ടേഴ്സിലാണ്. സംഘടനകളൊക്കെ സഹായിക്കുന്നുണ്ട്, വാടക സർക്കാർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് വലിയ ആശങ്കയാണ് നൈസമോളുടെ കുടുംബത്തിനുമുള്ളത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായം കിട്ടാത്തതിൽ ഇവർക്കും വിഷമമുണ്ട്. ആ സമരത്തോടൊപ്പം, ആ തീരുമാനത്തിനെതിരായ സമരത്തോടൊപ്പം ഉണ്ട് എന്നാണ് നൈസമോളുടെ ഉമ്മയും വല്യുമ്മയും ഒക്കെ പറയുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.